Dear students, in the last class we completed the various transmission media used in computer networks. കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൽ ഗൈഡഡ് എന്നും അൺഗൈഡഡ് എന്നും രണ്ട് കാറ്റഗറി ഓഫ് ട്രാൻസ്മിഷൻ മീഡിയ ഉണ്ടെന്നും അതിലെ വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള ട്രാൻസ്മിഷൻ മീഡിയയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. Now we are going to study about a new concept called switching techniques. What is meant by switching technique? In large computer networks, there can be multiple paths from sender to receiver. നിങ്ങൾക്കറിയാമല്ലോ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു അവസരത്തിൽ പലപ്പോഴും ഡയറക്റ്റായിട്ട് ഒറ്റ ഒരു കേബിളിൽ കൂടി ഡാറ്റ സഞ്ചരിച്ച് ഡെസ്റ്റിനേഷൻ എത്തണമെന്നില്ല. ഇപ്പോൾ നമ്മളൊരു ചെറിയ റൂമിനകത്ത് നിർമ്മിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണെങ്കിൽ അവിടെ വേണമെങ്കിൽ ഒരു കമ്പ്യൂട്ടർ എ കമ്പ്യൂട്ടർ ബിയിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റഡ് പെയർ കേബിൾ ഉപയോഗിച്ച് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒക്കും. നേരെ മറിച്ച് ഇൻ്റർനെറ്റ് പോലുള്ള ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഒരു കമ്പ്യൂട്ടർ, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ചിലപ്പോൾ US-ലിരിക്കുന്ന മറ്റൊരു കമ്പ്യൂട്ടറുമായിട്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന കമ്പ്യൂട്ടർ US-ലെ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ ഈ രണ്ട് കമ്പ്യൂട്ടറിൻ്റെ ഇടയിലും ട്രാൻസ്മിഷൻ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ഒരു ട്രാൻസ്മിഷൻ മീഡിയ അല്ല. അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് പല നോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കമ്പ്യൂട്ടേഴ്സ് അതിൻ്റെ ആ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ വേണ്ടി കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റ ചിലപ്പോൾ ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ ISPയുടെ കമ്പ്യൂട്ടറിലായിരിക്കും എത്തുന്നത്. അവിടുന്ന് അത് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് എത്തും. ഇങ്ങനെ ചിലപ്പോൾ 100 1000 കണക്കിനുള്ള കമ്പ്യൂട്ടേഴ്സ് കടന്നായിരിക്കും നിങ്ങളുടെ പാക്കറ്റ് യഥാർത്ഥ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഡാറ്റ യൂണിറ്റ്സ് ഇങ്ങനെ കമ്പ്യൂട്ടറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പല കമ്പ്യൂട്ടറുകളിലൂടെ കടന്ന് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരും. ഓക്കെ, അപ്പോൾ ഈ ഡെസ്റ്റിനേഷനിലേക്ക് എങ്ങനെ ഡാറ്റ യൂണിറ്റ്സ് എത്തിച്ചേരുമെന്ന് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ദൂരെയുള്ള മറ്റൊരു രാജ്യത്തുള്ള അല്ലെങ്കിൽ വളരെ ദൂരത്തിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിലേക്ക് എത്തിച്ചേരാൻ ഡിഫറെൻ്റ് പാത്സ് ചൂസ് ചെയ്യാനൊക്കും. എപ്പോഴും ഒരു ഡയറക്റ്റ് ആയിട്ട് ഉള്ള ഒരു വഴി കൂടെ മാത്രം സഞ്ചരിച്ചാൽ ആ ഡെസ്റ്റിനേഷനിൽ എത്താം എന്നൊരു കൺസെപ്റ്റ് ഇല്ല. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ISPയുടെ കമ്പ്യൂട്ടറിൽ എത്തിച്ചേരുമ്പോൾ ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ കമ്പ്യൂട്ടറിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ട് അത് ഒരു പ്രത്യേക ഒരു റൂട്ട് ഫോളോ ചെയ്തിട്ടായിരിക്കും യഥാർത്ഥ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുന്നത്. ഇനി നെക്സ്റ്റ് ഈ ഡാറ്റ യൂണിറ്റ്, ഇപ്പം ഡാറ്റ യൂണിറ്റ്സുകളാണ് സെൻറ്ററിൽ നിന്ന് പോകുന്നത്, അല്ലാതെ ഒരു മെസ്സേജ് കംപ്ലീറ്റ് ആയിട്ടല്ല പോകുന്നത്. ഇപ്പം അടുത്ത ഡാറ്റ യൂണിറ്റ് ചിലപ്പോൾ നിങ്ങളുടെ ഈ ടെലിഫോൺ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ISPയുടെ കമ്പ്യൂട്ടറിൽ എത്തിച്ചേർന്നിട്ട് മറ്റൊരു റൂട്ടിൽ കൂടെ മറ്റൊരു വഴി കൂടെ ആയിരിക്കും സഞ്ചരിച്ച് ഫൈനലായിട്ട് എന്തായാലും അത് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരും. അങ്ങനെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം അത് ലാർജ് ആണെങ്കിൽ വി ക്യാൻ സേ ദെയർ എക്സിസ്റ്റ് മൾട്ടിപ്പിൾ പാത്സ് ഫോർ ഡാറ്റ യൂണിറ്റ്സ് ടു ട്രാവൽ ഫ്രം ദ സെൻറ്റർ ടു ദ റിസീവർ എന്ന് നമുക്ക് പറയാനൊക്കും. അവിടെയാണ് ഈ സ്വിച്ചിങ് ടെക്നീക്കിൻ്റെ പ്രസക്തി വരുന്നത്. അപ്പോൾ സ്വിച്ചിങ് ടെക്നീക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ദ സ്വിച്ചിങ് ടെക്നീക്ക് വിൽ ഡിസൈഡ് ദ ബെസ്റ്റ് റൂട്ട് ഫോർ ഡാറ്റ ട്രാൻസ്മിഷൻ. ഇപ്പോൾ സ്വിച്ചിങ് ടെക്നീക്കാണ് തീരുമാനിക്കുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് നോഡിൽ നിന്ന് അടുത്തതായിട്ട് ഏത് വഴിയിലൂടെ പോകണമെന്നുള്ളത്. ഉദാഹരണത്തിന് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റ യൂണിറ്റ് സഞ്ചരിച്ച് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ കമ്പനിയുടെ കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് അടുത്ത റൂട്ട് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ വഴിയുണ്ട്. അതിൽ ഏത് വഴിയാണ് ബെസ്റ്റ് എന്ന് ചൂസ് ചെയ്യുന്നത് ആ കമ്പ്യൂട്ടർ ആണ്. അവിടെ സ്വിച്ചിങ് ടെക്നീക്സ് എംപ്ലോയ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആ സ്വിച്ചിങ് ടെക്നീക്കാണ് തീരുമാനിക്കുന്നത് വിച്ച് ഈസ് ദ ബെസ്റ്റ് വേ to forward this data unit so that it will reach the destination. Switching technique is used to connect the systems for making one-to-one communication. അപ്പോൾ ഫൈനലി ഈ സ്വിച്ചിങ് ടെക്നീക്ക് ആണ് ഒരു റൂട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഉത്ഭവിച്ച് ഒരു ഇൻ്റർമീഡിയറ്റ് നോഡ് അഥവാ ഇൻ്റർമീഡിയറ്റ് സിസ്റ്റത്തിൽ എത്തിച്ചേരും. അവിടെ നിന്ന് പല റൂട്ടുകൾ ഉണ്ടെങ്കിലും അതിൽ ഒരു റൂട്ട് സ്വിച്ചിങ് ടെക്നീക്ക് ചൂസ് ചെയ്യും. ആ റൂട്ടിലൂടെ വീണ്ടും മുന്നോട്ട് പോകും.
അങ്ങനെ മറ്റൊരു ഇന്റർമീഡിയറ്റ് നോഡിലെത്തും, അവിടെയും സ്വിച്ചിങ് ടെക്നീക്ക് ഒരു വഴി കണ്ടുപിടിക്കും, ആ വഴി കൂടെ പോവും. അങ്ങനെ ഫൈനലായിട്ട് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളിങ്ങനെ ഔട്ട്ലൈൻ കൂട്ടി യോജിപ്പിക്കുന്ന കണക്ക് കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1-to-1 കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന ഒരു റൂട്ട് കിട്ടും. ഇത് ഓരോ ഇന്റർമീഡിയറ്റ് നോഡിൽ ഇരിക്കുന്ന സ്വിച്ചിങ് ടെക്നീക്സ് ഉപയോഗിച്ചാണ് ഈ റൂട്ട് ഫൈനലൈസ് ചെയ്യുന്നത്. There are 3 types of switching techniques. 3 തരത്തിലുള്ള സ്വിച്ചിങ് ടെക്നീക്സ് ആണ് ഉള്ളത്. സർക്യൂട്ട് സ്വിച്ചിങ്, മെസ്സേജ് സ്വിച്ചിങ് ആൻഡ് പാക്കറ്റ് സ്വിച്ചിങ്. 3 തരത്തിലുള്ള സ്വിച്ചിങ് ആണ് ഇന്റർമീഡിയറ്റ് നോഡ്സ് ചൂസ് ചെയ്യുന്നത് വരുന്ന ഡാറ്റ യൂണിറ്റിനെ ഫോർവേഡ് ചെയ്യാൻ വേണ്ടി. ഒന്നാമത്തത് നോക്കാം, സർക്യൂട്ട് സ്വിച്ചിങ്. എന്താണ് സർക്യൂട്ട് സ്വിച്ചിങ്? സർക്യൂട്ട് സ്വിച്ചിങ് ഈസ് എ ടെക്നീക്ക് ദാറ്റ് എസ്റ്റാബ്ലിഷസ് a dedicated path between the sender and the receiver. അതായത് സെൻറ്ററിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റ യൂണിറ്റ് പിന്നെ ട്രാവൽ ചെയ്ത് എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ പറയുന്ന ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലാണെങ്കിൽ ആ ഇന്റർമീഡിയറ്റ് നോഡ്സ് ആദ്യം ഒരു റൂട്ട് സെറ്റപ്പ് ആക്കും. അപ്പോൾ നമ്മൾ പറയും ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് ഡാറ്റ അയക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ അയക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഡെസ്റ്റിനേഷന് വരെ ഒക്കുമോ എന്ന് പരിശോധിക്കും. അതിന് വേണ്ടുന്ന സിഗ്നൽ ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേഷൻ എ ആണെങ്കിൽ എയിൽ നിന്ന് ഇന്റർമീഡിയറ്റ് നോഡിലേക്ക് ദൂരെ ഇരിക്കുന്ന കമ്പ്യൂട്ടർ നമ്പർ പിന്നെ കമ്പ്യൂട്ടർ ഇസഡിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ എ ടു ഇസഡ് വരെ ഡാറ്റ എത്തിക്കാൻ വേണ്ടുന്ന എല്ലാ ഇന്റർമീഡിയറ്റ് നോഡുകളും കണ്ടുപിടിക്കുകയും ആ റൂട്ടുകൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിയും. ഓക്കെ, അപ്പോൾ ആദ്യം റൂട്ട് ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഡാറ്റ യൂണിറ്റ്സ് എയിൽ നിന്ന് പുറപ്പെട്ട് ഇസഡിലേക്ക് എത്തിച്ചേരൂ. അപ്പം നമ്മൾ പറയും ഇൻ സർക്യൂട്ട് സ്വിച്ചിങ് ടെക്നീക്ക് ഒബേഡ് നെറ്റ്വർക്ക്സ് there should be an establishment of a dedicated path between the sender and the receiver. Once the connection is established, അപ്പോൾ കണക്ഷൻ ഉണ്ട്, സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഓൾറെഡി ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു, ഓക്കെ, ആ വഴി ക്ലിയർ ആയിട്ട് കണ്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കൂ, is established, then the dedicated path will remain to exist until the connection is terminated. അപ്പോൾ ഡാറ്റ യൂണിറ്റ് പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഡാറ്റ യൂണിറ്റ് ഈ പാത്തിലൂടെ സഞ്ചരിച്ച് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരും. എപ്പോഴാണോ ഈ ഡാറ്റ ട്രാൻസ്മിഷൻ അവസാനിക്കുന്നത് ഈ റൂട്ട് അപ്രസക്തമാകും, അല്ലെങ്കിൽ ആ റൂട്ട് ടെർമിനേറ്റ് ചെയ്യും, ആ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യും. സോ ദർ ഷുഡ് ബി എ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ബിഫോർ ദ ഡാറ്റ ട്രാൻസ്മിഷൻ സ്റ്റാർട്ട്സ് എന്നാണ് നമ്മൾ സർക്യൂട്ട് സ്വിച്ചിങ്ങിന്റെ കേസിൽ പറയുന്നത്. സർക്യൂട്ട് സ്വിച്ചിങ് ഇൻ എ നെറ്റ്വർക്ക് ഓപ്പറേറ്റ്സ് ഇൻ എ സിമിലർ വേ ആസ് ടെലഫോൺ നെറ്റ്വർക്ക്. അപ്പോൾ ബെസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് മനസ്സിൽ കാണാൻ ഒക്കുന്നത് ടെലഫോൺ നെറ്റ്വർക്കാണ്. ഓക്കെ, എങ്ങനെയാണെന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ പിന്നെ വീട്ടിലെ ലാൻഡ് ഫോണിൽ നിന്ന് ഒരു നമ്പർ ഡയൽ ചെയ്യുകയാണ്. നിങ്ങളുടെ ലാൻഡ് ഫോണിലെ ഒരു റിസീവർ എടുത്ത് പിന്നെ ചെവി വെച്ചിട്ട് ഡയൽ പാഡിനകത്ത് നമ്പർ അടിക്കുകയാണ്. എന്ത് സംഭവിക്കും? വി ഹാവ് ടു വെയിറ്റ് ഫോർ സം ടൈം. എന്തിനാണ് നമ്മൾ പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നത്? നമുക്ക് ബെല്ലടിക്കുന്ന പോലുള്ള ശബ്ദം നമ്മുടെ ഫോണിൽ കേൾക്കണം. ബെല്ലടിക്കുന്ന പോലുള്ള ശബ്ദം നമ്മളുടെ ചെവിയിൽ കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു കണക്ഷൻ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് സംസാരിക്കാൻ വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നാണ് ആ ശബ്ദം കൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ ബെല്ലടിക്കുമ്പോഴത്തേനും നമുക്ക് ഉറപ്പായി, എന്തുറപ്പായി? ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അയാൾ അവിടെ നിന്ന് ഒരു സിഗ്നൽ തരും, അയാൾ റിസീവർ ഉയർത്തുന്ന ഉടനെ തന്നെ നിങ്ങൾ സംസാരിച്ചു തുടങ്ങും. അപ്പോൾ ടെലഫോൺ നെറ്റ്വർക്കിൽ ഫോളോ ചെയ്യുന്നത് സർക്യൂട്ട് സ്വിച്ചിങ് ആണ്. ഓക്കെ, അങ്ങനെ തന്നെ ഡാറ്റ പാക്കറ്റ്സ് അയക്കാനും സാധിക്കുന്നതാണ്. A complete end-to-end path must exist before the communication takes place. ഇപ്പോൾ ടെലിഫോൺ നെറ്റ്വർക്കിലും അതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ് end-to-end കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. Here, when any user want to send the data, voice, video, a request signal is sent to the receiver and the receiver sends back the acknowledgement to ensure the availability of the dedicated path. നമ്മുടെ ടെലിഫോണിൻ്റെ പോലെ തന്നെ ആർക്കെങ്കിലും സെൻഡ് ചെയ്യണം ഒരു ഡാറ്റ, കമ്പ്യൂട്ടർ എക്ക് സെൻഡ് ചെയ്യണം ഇസഡിലേക്കെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? എന്ത് തരം ഡാറ്റ വേണമെങ്കിലും അയക്കാം. അതായത് പിന്നെ നോർമൽ ഡാറ്റ, ടെക്സ്റ്റ് ഡാറ്റ, വീഡിയോ, ഓഡിയോ എന്ത് അയക്കുകയാണെന്നുണ്ടെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ സെൻഡർ ഹാസ് ടു ഗെറ്റ് ആൻ അക്നോളജ്മെന്റ്. ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ള ഒരു തിരിച്ചൊരു അക്നോളജ്മെന്റ്
റിസീവറിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് ഈ ഡാറ്റ അയക്കൂ. അതല്ലേ ടെലിഫോണിൽ നടക്കുന്നത്. നിങ്ങൾ ഡയൽ ചെയ്തിട്ട് നിങ്ങൾ സ്വല്പം വെയിറ്റ് ചെയ്യുന്ന എന്തുവാ, അവിടുത്തെ ഫോണിലെ ബെല്ല് കേൾക്കാൻ വേണ്ടി. അവിടുത്തെ ഫോണിലെ ബെല്ലെന്ന് പറഞ്ഞാൽ ആ ഫോണ് നിങ്ങൾക്ക് തരുന്ന ഒരു അക്നോളജ്മെൻറ്റാണ്. അതാണ്ട് എനിക്ക് ഇവിടം വരെയുള്ള ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് അവിടുത്തെ ബെല്ല് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചെവിയിൽ കിട്ടുമ്പം മനസ്സിലാക്കുന്നത്, ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഓക്കെ, ആഫ്റ്റർ റിസീവിങ് ദ അക്നോളജ്മെൻറ്റ് ദ ഡെഡിക്കേറ്റഡ് പാത്ത് ട്രാൻസ്ഫേഴ്സ് ദ ഡാറ്റ. അങ്ങനെ ബെല്ല് കിട്ടിക്കഴിഞ്ഞിട്ടാണ് അയാൾ അത് ഉയർത്തുമ്പോഴാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് പൂർണ്ണമാകുന്നത്, നിങ്ങൾ സംസാരിച്ച് തുടങ്ങുന്നത്. ഓക്കെ, ഇനി നമ്പർ 2, മെസ്സേജ് സ്വിച്ചിങ്. ഇനി മറ്റൊരു രീതിയിൽ ഡാറ്റ സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് മെസ്സേജ് സ്വിച്ചിങ്. ഹിയർ വാട്ട് ഹാപ്പൻസ് ഇൻ ദിസ് സ്വിച്ചിങ് ടെക്നീക്ക്, a message is transferred as a complete unit and routed through intermediate nodes at which it is stored and forwarded. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അയക്കേണ്ടുന്ന മെസ്സേജിനെ ഒരു യൂണിറ്റാണ്. മെസ്സേജ് ഈസ് എ യൂണിറ്റ്. ഒരു മെസ്സേജിനെ ഒരു ലാർജ് പീസായിട്ട് നമുക്ക് കണക്കാക്കണം. അയക്കാൻ ഉദ്ദേശിക്കുന്ന ഒറ്റ മെസ്സേജ് കംപ്ലീറ്റ് ആയിട്ട് അത് മുറിക്കുന്നില്ല, ചെറിയ കഷ്ണങ്ങളാക്കി ഒന്നും വെക്കുന്നില്ല. നമ്മളൊരു എക്സാമ്പിളായിട്ട് ഒരു ബ്ലോക്ക് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ആ ബ്ലോക്കിലെ മെസ്സേജ് എന്ന് നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ ആ കംപ്ലീറ്റ് മെസ്സേജ് മുന്നോട്ട് പോവുകയാണ്. എങ്ങനെ പോകുന്നത്? സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒന്നും ഇവിടെ നടക്കുന്നില്ല. മെസ്സേജ് പിന്നെ സ്റ്റാർട്ടിങ് കമ്പ്യൂട്ടറിൽ നിന്ന് അടുത്ത ഇൻ്റർമീഡിയറ്റ് നോഡിലേക്ക് എത്തുന്നു കംപ്ലീറ്റ് മെസ്സേജ് ആയിട്ട്. അവിടെ അത് സ്റ്റോർ ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടെമ്പററി ബഫർ സ്പേസ് കാണും, മെമ്മറി സ്പേസ് കാണും. അതിലേക്ക് ഈ മെസ്സേജ് കോപ്പി ചെയ്ത് വെക്കും. എന്നിട്ട് അവിടെ നിന്ന് തൊട്ടടുത്ത ബെസ്റ്റ് റൂട്ട് ഏതാണെന്ന് അവിടുത്തെ കമ്പ്യൂട്ടർ തിരഞ്ഞെടുത്തിട്ട് ആ റൂട്ടിലേക്ക് ഈ മെസ്സേജ് ഫോർവേഡ് ആവും. അപ്പോൾ അത് വീണ്ടും സഞ്ചരിച്ച് അടുത്ത ഇൻ്റർമീഡിയറ്റ് നോഡാവും. അങ്ങനെ ഇൻ്റർമീഡിയറ്റ് നോഡ്സുകൾ ഇങ്ങനെ കടന്ന് ഫൈനലായിട്ട് ഡെസ്റ്റിനേഷനിലെത്തും. ഓർക്കുക, ഓരോ ഇൻ്റർമീഡിയറ്റ് നോഡിലും ഈ മെസ്സേജ് സ്റ്റോർ ചെയ്യപ്പെടുകയും അവിടെ വെച്ചിട്ട് റൂട്ട് ബെസ്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം സ്വിച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് ആ റൂട്ടിൽ കൂടി വീണ്ടും ഈ മെസ്സേജ് മുന്നോട്ട് അയക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ സ്റ്റോർ ആൻഡ് ഫോർവേഡ് രീതിയാണ് ഇവിടെ നടക്കുന്നത്. So there is no establishment of a dedicated path between sender and receiver. ഇവിടുന്ന് മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡെസ്റ്റിനേഷനിൽ ഇത് എത്തുമെന്നുള്ള ഒരു ഉറപ്പുമില്ല. അത് റിസീവറിൽ നിന്ന് കിട്ടുന്നുമില്ല. യഥാർത്ഥ അവകാശിയുടെ നിന്ന് ഒരു സിഗ്നൽ പോലും കിട്ടുന്നില്ല അവിടെ ഈ അയക്കാവുന്ന ഡാറ്റ അവിടെ എത്തിച്ചേരുമെന്ന്. ഒരു ഡെഡിക്കേറ്റഡ് പാത്തും അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നില്ല. ആകെ ഉള്ള എന്ത്, ദ ഡെസ്റ്റിനേഷൻ അഡ്രസ് ഈസ് അപ്പൻഡഡ് ടു ദ മെസ്സേജ്. ആകെ ഉള്ളത് നമ്മൾ അയക്കുന്ന മെസ്സേജിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഡെസ്റ്റിനേഷൻ്റെ ഒരു അഡ്രസ്സ് അതിനകത്ത് അപ്പൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ മെസ്സേജും അതിൻ്റെ അഡ്രസ്സും ഉപയോഗിച്ച് ഇത് മുന്നോട്ട് പോയി പല ഇൻ്റർമീഡിയറ്റ് നോഡിലൂടെ കടന്ന് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരും. എന്താണ് എത്തിച്ചേരുന്നത്? എ കംപ്ലീറ്റ് മെസ്സേജ്. So this switching provides a dynamic routing as the message is routed through the intermediate nodes based on the information available in the message. അപ്പോൾ ഈ അഡ്രസ്സ് കൊണ്ട് മാത്രമാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഒരു ഡൈനാമിക് റൂട്ടിംഗ് ആണ് ഇൻ്റർമീഡിയറ്റ് നോഡിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ. ഡൈനാമിക് റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒറിജിനിൽ നിന്ന് ഒരു മെസ്സേജ് ഇൻ്റർമീഡിയറ്റ് നോഡിൽ എത്തിയാൽ അവിടുന്ന് ബെസ്റ്റ് റൂട്ട് കണ്ടുപിടിക്കും സ്വിച്ചിങ് ടെക്നിക്ക്. എന്നിട്ടാണ് ഈ മെസ്സേജിനെ മുന്നോട്ട് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഡൈനാമിക് ആയിട്ട് ആ എത്തിച്ചേരുന്ന പാക്കറ്റിന് അന്നേരം ബെസ്റ്റ് റൂട്ട് ഏതാണോ അതാണ് തിരഞ്ഞെടുത്ത് മുന്നോട്ട് ഫോർവേഡ് ചെയ്യുന്നത്. അതിനെയാണ് ഡൈനാമിക് റൂട്ടിംഗ് എന്ന് പറഞ്ഞത്. അല്ലാതെ ആദ്യത്തെ കണക്ക് പിന്നെ സർക്യൂട്ട് സ്വിച്ചിങ്ങിൻ്റെ കണക്ക് സ്ഥിരം പോകേണ്ടുന്ന റൂട്ടൊന്നും തിരഞ്ഞെടുക്കല്ല. ഓരോ മെസ്സേജ് വരുമ്പോഴും ആ മെസ്സേജിനെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാനായിട്ടുള്ള ഒരു റൂട്ട് ഏതാണെന്ന് അന്നേരമാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഡൈനാമിക് റൂട്ടിംഗ് എന്ന് പറയുന്നത്. Message switches are programmed in such a way so that they can provide the most efficient route. അപ്പോൾ ഈ മെസ്സേജ് സ്വിച്ചിങ്ങിൻ്റെ ഗുണം എന്താണെന്ന് അറിയാം? ഒരു റൂട്ട് ഫിക്സഡ് ആക്കി വെക്കേണ്ട ആവശ്യമില്ല. പകരം എന്തുവാ, ഒരു മെസ്സേജ് സെൻറ്ററിൽ നിന്ന് ഒരു ഇൻ്റർമീഡിയറ്റ് നോഡിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഇൻ്റർമീഡിയറ്റ് നോഡ് അന്നേരത്തെ അവസ്ഥ അനുസരിച്ച് ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്ന പല റൂട്ടിലെ ബെസ്റ്റ് റൂട്ട് ഇപ്പോൾ ഏതാണെന്ന് ഡൈനാമിക് ആയിട്ട് കണ്ടുപിടിച്ച് ആ റൂട്ടിലൂടെ ഈ മെസ്സേജിനെ ഫർദർ മുന്നോട്ട് നയിക്കാൻ വെക്കും. അപ്പോൾ ഈ ഡൈനാമിക് റൂട്ടിംഗ് നടക്കുന്നത് കൊണ്ട് ബെസ്റ്റ് മോർ എഫിഷ്യൻറ്റ്. ഇപ്പോൾ 5 റൂട്ട് ഇൻ്റർമീഡിയറ്റ് നോഡിൽ നിന്ന് ഉത്ഭവിക്കുകയാണെന്ന് വെച്ചോ, 1 2 3 4 5. അതിൽ
നമ്പർ 3 എന്ന് പറയുന്ന റൂട്ടാണ് കുറച്ചുകൂടെ ഫാസ്റ്റ്, അവിടെ വല്ല തിക്കും തിരക്കും ഇല്ല. അപ്പോൾ ആ വഴി കൂടെ ആണ് വിടുന്നതെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം എത്തത്തില്ലേ. അതാണ് ഈ മെസ്സേജ് സ്വിച്ചിങ് കൊണ്ടുള്ള ഗുണം. Now, each and every node stores the entire message and then forward it to the next node. ഇവിടെ ഓരോ ഇൻ്റർമീഡിയറ്റ് നോഡും കിട്ടുന്ന മെസ്സേജിനെ കംപ്ലീറ്റ് ആയിട്ട് ബഫറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. എന്നിട്ടാണ് അത് ഫോർവേഡ് ചെയ്യുന്നത് റൂട്ട് കണ്ടുപിടിച്ചിട്ട്. ദിസ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഈസ് നോൺ ആസ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് നെറ്റ്വർക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നെറ്റ്വർക്ക് ആണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ സ്റ്റോർ ആൻഡ് ഫോർവേഡ് നെറ്റ്വർക്ക് എന്ന് പറയും. The message switching treats each message as an independent entity. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഒരു മെഷീനിൽ നിന്ന് ഉത്ഭവിക്കുന്ന, സോഴ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന, സെൻറ്ററിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഓരോ മെസ്സേജ് യൂണിറ്റിനെയും സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അതിനെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി മൂന്നാമത്തത് പാക്കറ്റ് സ്വിച്ചിങ്. ഏറ്റവും പോപ്പുലർ ആയിട്ട് മോഡേൺ ഡേ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ ഫോളോ ചെയ്യുന്ന സ്വിച്ചിങ് ടെക്നിക്കാണ് പാക്കറ്റ് സ്വിച്ചിങ്. എന്താണ് പാക്കറ്റ് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നോക്കുക, ഇപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഫയല് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് അയക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം ഫയലിൻ്റെ സൈസ് പല രീതിയിലുണ്ട്. ഒരു 100 KB ഫയൽ അല്ലെങ്കിൽ 200 KB ഒരു ഫയൽ അയക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടുന്നത് ഈ ഫയല് കംപ്ലീറ്റ് ഒരു മെസ്സേജാണ്. ഓക്കെ, ഈ തൊട്ട് മുമ്പ് പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെസ്സേജ് കംപ്ലീറ്റ് ആയിട്ട് അയക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അത് പ്രയാസമാണ് ഇപ്പോഴത്തെ കാലത്ത്. ചെറിയ രീതിയിലുള്ള ഒരു നെറ്റ്വർക്കിലോ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു കമ്പനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നിടത്തെ ഈ മെസ്സേജ് സ്വിച്ചിങ് ഒക്കെ നടക്കും. പക്ഷേ നമ്മളുടെ ഈ ഇൻ്റർനെറ്റ് പോലുള്ള ലാർജ് ശൃംഖലയിൽ നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ഫയൽ ആസ് സച്ച് ഒരു മെസ്സേജ് ആയിട്ട് ഉടനെ അയക്കാൻ പ്രയാസമാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ കംപ്ലീറ്റ് ഫയലിനെ ചെറിയ 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 കഷ്ണങ്ങളാക്കി മാറ്റും. ഓരോ കഷ്ണത്തിനെയും ഓരോ ഡാറ്റ യൂണിറ്റ് എന്ന് പറയാം. ആ ഡാറ്റ യൂണിറ്റിന് പറയുന്ന പേരാണ് പാക്കറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനകത്ത് എനർജി പാക്കറ്റായിട്ട് പോകുന്നത് പോലെ കമ്പ്യൂട്ടറിൽ നിന്ന് ഉത്ഭവിക്കുന്ന എന്ത് ഡാറ്റ ആയിക്കോട്ടെ, വീഡിയോ, ഓഡിയോ, ടെക്സ്റ്റ് എന്തായിക്കോ, അതെല്ലാം കമ്പ്യൂട്ടറിൽ നിന്ന് ട്രാൻസ്മിഷൻ മീഡിയയിലേക്ക് കടക്കുമ്പോൾ അത് ചെറിയ ചെറിയ യൂണിറ്റ്സ് ആയി മാറും. ആ യൂണിറ്റിന് പറയുന്ന പേരാണ് ഡാറ്റ പാക്കറ്റ്സ് അല്ലെങ്കിൽ സിംപ്ലി പാക്കറ്റ്സ്. ഈ പാക്കറ്റ്സിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു സ്വിച്ചിങ് ആണ് പാക്കറ്റ് സ്വിച്ചിങ്. എങ്ങനെയാണെന്ന് നോക്കാം. It is a technique in which the message is sent in one go, but it is divided into smaller pieces and they are sent individually. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു മെസ്സേജ് റെഡിയാക്കി മെസ്സേജ് ആസ് സച്ച് പിന്നെ ഇൻ്റർമീഡിയറ്റ് നോഡിലോട്ട് പോവല്ല. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് ഇപ്പോൾ ഒരു മെസ്സേജിനെ 500 കഷ്ണമായിട്ട് മാറ്റും. എന്നിട്ട് ഈ 500 കഷ്ണത്തെ ഒറ്റയടിക്ക് എന്ത് ചെയ്യും? 500 ഡിഫറെൻ്റ് കഷ്ണങ്ങളാണ്. വൺ ഗോ, അതായത് സെൻഡ് എന്ന് പറയുന്ന ഒരു സിഗ്നൽ കിട്ടിക്കഴിയുന്ന ഉടനെ ഈ 500 ഡിഫറെൻ്റ് പീസസ് ഈ ഇൻ്റർമീഡിയറ്റ് നോഡിലേക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് അങ്ങ് പോകും ഒറ്റ ഗോയിൽ. അതിനൊരു പിന്നെ സെൻഡിങ് എന്ന് പറയുന്ന ഒരു പീരീഡ് കിട്ടുമ്പോൾ ഉടനെ തന്നെ ഈ മെസ്സേജിന് അടങ്ങുന്ന ഈ പറയുന്ന 50 പാക്കറ്റുകളും ഉത്ഭവിച്ച് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് അങ്ങ് പോകും. അങ്ങനെ 500 എണ്ണം അകത്തേക്ക് പോയി. ഓക്കെ, പക്ഷേ 500 എണ്ണം ഇപ്പോൾ എവിടെ എത്തും? ഫസ്റ്റ് ഇൻ്റർമീഡിയറ്റ് നോഡിലെത്തും. ഫസ്റ്റ് ഇൻ്റർമീഡിയറ്റ് നോഡിൽ എന്ത് സംഭവിക്കും? അതാണ് പറയാൻ പോകുന്നത്. സോ ദ മെസ്സേജ് സ്പ്ലിറ്റ്സ് ഇൻ ടു സ്മോളർ പീസസ് കോൾഡ് പാക്കറ്റ്സ് ആൻഡ് പാക്കറ്റ്സ് ആർ ഗിവൺ യുണീക്ക് നമ്പർ ടു ഐഡൻറ്റിഫൈ ദെയർ ഓർഡർ അറ്റ് ദ റിസീവിങ് എൻഡ്. പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട്. ഈ പറയുന്ന ഓരോ പാക്കറ്റിനും ഇതിൻ്റെ സോഴ്സ് എവിടാണ്, ഡെസ്റ്റിനേഷൻ എവിടാണ്, ആ ഏത് മെസ്സേജിൽ നിന്ന് വന്ന പാക്കറ്റാണ്. ഇപ്പോൾ ഒരു 500 ചെറിയ പാക്കറ്റ്സ് ആവുകയാണെങ്കിൽ പാക്കറ്റ് നമ്പർ 1, പാക്കറ്റ് നമ്പർ 2, പാക്കറ്റ് നമ്പർ 4, അങ്ങനെ കറക്റ്റായിട്ടൊരു സീക്വൻസ് നമ്പർ ഉണ്ട് ഈ പാക്കറ്റിൽ. എന്നാലേ ഡെസ്റ്റിനേഷനിൽ ഈ 500 പാക്കറ്റും ആ ഡെസ്റ്റിനേഷൻ മെഷീനിൽ എത്തിച്ചേർന്നാൽ അത് പ്രോപ്പറായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഒറിജിനൽ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ ഈ പോകുന്ന ഓരോ പാക്കറ്റിനും ഒരു സീക്വൻസ് നമ്പർ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ സെൻഡർ ഈ പറഞ്ഞ മെസ്സേജിനെ സ്പ്ലിറ്റ് ചെയ്ത് പാക്കറ്റ് ആകുമ്പോൾ പാക്കറ്റ്സിനെല്ലാം സീക്വൻസ് നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ ഡെസ്റ്റിനേഷനിൽ എത്താൻ ഓരോ യൂണിറ്റിനും ആ ഡെസ്റ്റിനേഷൻ്റെ അഡ്രസ്സും ഉണ്ട്. എവ്രി പാക്കറ്റ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓർ ഇൻഫർമേഷൻ ഇൻ ഇറ്റ്സ് ഹെഡർ സച്ച് ആസ് സോഴ്സ് അഡ്രസ്, ഡെസ്റ്റിനേഷൻ ആൻഡ് സീക്വൻസ് നമ്പർ. ഞാൻ പറഞ്ഞ കണക്കാം, ഏതൊരു ഡാറ്റ യൂണിറ്റ് നിങ്ങൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ എടുത്താലും ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ ആ ഡാറ്റ യൂണിറ്റ് അഥവാ പാക്കറ്റിനകത്ത് സെൻഡർ ആരാണോ അയാളുടെ അഡ്രസ്സ് കാണും, ഡെസ്റ്റിനേഷൻ എവിടെയാണോ എത്തിച്ചേരേണ്ടത് ആ അഡ്രസ്സ് കാണും.
അതുപോലെ തന്നെ ഏത് മെസ്സേജിൽ നിന്ന് ഉണ്ടായ പാക്കറ്റാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്ന സീക്വൻസ് നമ്പറും ഉണ്ടായിരിക്കും. പാക്കറ്റ്സ് വിൽ ട്രാവൽ അക്രോസ് ദ നെറ്റ്വർക്ക് ടേക്കിംഗ് ദ ഷോർട്ടസ്റ്റ് പാത്ത് പോസിബിൾ. ഇനി പാക്കറ്റിൻ്റെ പ്രത്യേകത എന്താ? ഈ പാക്കറ്റ്സ് എല്ലാം ഇൻ്റർമീഡിയറ്റ് നോഡിൽ എത്തുമ്പോൾ ആ ഇൻ്റർമീഡിയറ്റ് നോഡിൽ പാക്കറ്റ് സ്വിച്ചിങ് ടെക്നീക്കാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. അവിടെ ബെസ്റ്റ് റൂട്ട് കണ്ടുപിടിക്കും. എന്നിട്ട് ആ റൂട്ടിലൂടെയാണ് ഓരോ പാക്കറ്റിനെ അയക്കാൻ പോകുന്നത്. അവിടെ വെച്ച് എന്ത് സംഭവിക്കും? ഓരോ പാക്കറ്റും വ്യത്യസ്തമായ റൂട്ടുകളിലൂടെ ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണം. ഓൾ ദ പാക്കറ്റ്സ് ആർ റീഅസംബിൾഡ് അറ്റ് ദ റിസീവിംഗ് എൻഡ് ഇൻ കറക്റ്റ് ഓർഡർ. ഇനി ഒരു നിമിഷങ്ങൾക്കുള്ളിൽ നടക്കുന്ന സംഭവം. അടുത്ത ഏതാനും നിമിഷങ്ങൾക്കകം പല വഴി കൂടെ പോയ പാക്കറ്റ് സോഴ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും കൊണ്ടല്ലേ പോകുന്നത്. ഇപ്പോൾ ഏത് വഴി പോയാലും അവസാനം കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുകയും കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ പല ഓർഡർ തെറ്റി വരുന്ന ഈ മെസ്സേജസിനെ പ്രോപ്പറായിട്ട് അടുക്കി പറക്കി വെച്ചിട്ട് അത് കൂട്ടി യോജിപ്പിച്ച് ഒറിജിനൽ മെസ്സേജാക്കി മാറ്റുകയും ചെയ്യും സെൻഡർ. അപ്പോൾ ഓർത്തിരിക്കേണ്ടുന്നത് ഈ പാക്കറ്റ് ഇൻ്റർമീഡിയറ്റ് നോഡിൽ നിന്ന് അടുത്ത ഇൻ്റർമീഡിയറ്റ് നോഡിലേക്ക് സ്വിച്ച് ചെയ്യുന്നത് വ്യത്യസ്തമായ വഴി കൂടാണ്, പാക്കറ്റ്സിൻ്റെ രൂപത്തിലാണ്, ബെസ്റ്റ് വഴി നോക്കിയിട്ട്. അപ്പോൾ മെസ്സേജ് സ്വിച്ചിങ്ങും പാക്കറ്റ് സ്വിച്ചിങ്ങും ഒക്കെ ഏകദേശം ഒരുപോലാണ്. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ലാർജ് മെസ്സേജ് അല്ല അയക്കുന്നത്, ചെറിയ യൂണിറ്റാണ് അയക്കുന്നത് വിത്ത് സീക്വൻസ് നമ്പർ. ഇനി ഇഫ് എനി പാക്കറ്റ് ഈസ് മിസ്സിംഗ് ഓർ കറപ്റ്റഡ് ദെൻ എ മെസ്സേജ് വിൽ ബി സെൻഡ് ടു റീസെൻഡ് ദ മെസ്സേജ്. ഇനി ഡെസ്റ്റിനേഷനെ സംബന്ധിച്ചിടത്തോളം ഇത് എത്തിച്ചേർന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആ മെസ്സേജ്, ആ പോയ പാക്കറ്റ്, നഷ്ടപ്പെട്ട പാക്കറ്റിനെ റീസെൻഡ് ചെയ്യാനായിട്ടുള്ള മെസ്സേജ് സെൻഡറിന് കൊടുക്കും. ഓക്കെ, അപ്പോൾ സെൻഡർ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ട പാക്കറ്റ് അവിടെ എത്തിച്ചേർന്നില്ലെങ്കിൽ ആ പാക്കറ്റ് വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഒരു മെസ്സേജിനെ സ്പ്ലിറ്റ് ചെയ്ത് പാക്കറ്റ് ആക്കിയിട്ട് സെൻഡ് ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ കോപ്പി അവിടെ കുറച്ച് നേരത്തേക്ക് സൂക്ഷിക്കും. അതുകൊണ്ടാണ് വീണ്ടും ഈ അയക്കാനായിട്ടൊരു റിക്വസ്റ്റ് റിസീവറിൽ നിന്ന് ഈ ടോട്ടൽ 500 പാക്കറ്റ് അയച്ചു, 499 പാക്കറ്റേ എത്തിയിട്ടുള്ളൂ, ഒരു പാക്കറ്റ് മിസ്സിംഗ് ആണ്. ഏത് പാക്കറ്റാണ് മിസ്സിംഗ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ളത് സെൻഡറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് മനസ്സിലാവും? ഇതിന് ഏത് മെസ്സേജാണോ റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് പാക്കറ്റാണോ റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്, ആ പാക്കറ്റ് റീട്രാൻസ്മിറ്റ് ചെയ്ത് സെൻഡർ വീണ്ടും അയക്കും. അതും ഇങ്ങനെ സ്വിച്ച് ചെയ്ത് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരും. ഇനി എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ എല്ലാ സീക്വൻസ് നമ്പറിലുള്ള പാക്കറ്റും കിട്ടിയെങ്കിൽ അതിനെ മിക്സ് ചെയ്ത് ആ ഒറിജിനൽ മെസ്സേജ് ആക്കി മാറ്റും ഡെസ്റ്റിനേഷനിൽ. ഇഫ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ പാക്കറ്റ് ഈസ് റീച്ച്ഡ് ദെൻ ദ അക്നോളജ്മെൻറ്റ് മെസ്സേജ് വിൽ സെൻഡ്. ഇനി അതുപോലെ തന്നെ എല്ലാം കിട്ടിയെന്ന് വെച്ചോ, ഈ 500 പാക്കറ്റ്സും പല വ്യത്യസ്തമായ സമയങ്ങളിലുള്ളിൽ ഇത് അവിടെ എത്തിച്ചേർന്ന് അതിനെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അയച്ച മെസ്സേജ് പല പീസസ് ആയിട്ടാണ് നിങ്ങൾ അയച്ചെങ്കിലും എല്ലാം ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ള ഒരു അക്നോളജ്മെൻറ്റ് തിരിച്ച് റിസീവർ സെൻഡറിന് അയക്കും. അപ്പോൾ ഈ ഒരു പ്രക്രിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു ബൃഹത്തായിട്ടുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ്, പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ്. സോ ഇൻ്റർനെറ്റ് ഈസ് എ പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് സ്വിച്ചിങ് എന്താണ്, മെസ്സേജ് സ്വിച്ചിങ് എന്താണ്, പാക്കറ്റ് സ്വിച്ചിങ് എന്താണ് എന്ന് മനസ്സിലായി. ഇൻ്റർമീഡിയറ്റ് നോഡ് റൂട്ടുകളിലേക്ക് പല അടുത്ത ഇൻ്റർമീഡിയറ്റ് നോഡിലേക്ക് മെസ്സേജിനെ അയക്കുന്ന രീതിയാണ്. ആദ്യമാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം റൂട്ടുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. സ്വിച്ചിങ് ടെക്നീക്ക് ഒരു റൂട്ട് എൻഡ് ടു എൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് പിന്നാണ് ഡാറ്റ സഞ്ചരിക്കുന്നത്. മെസ്സേജ് സ്വിച്ചിങ്ങിലും പാക്കറ്റ് സ്വിച്ചിങ്ങിലും ഒരിക്കലും റൂട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആദ്യം നടക്കത്തില്ല. അവിടെ നിന്ന് ആദ്യത്തെ കേസിലാണെങ്കിൽ മെസ്സേജ് അഡ്രസ്സും പേറി ഇൻ്റർമീഡിയറ്റ് നോഡിൽ എത്തും. അവിടെ നിന്ന് ഡൈനാമിക് ആയിട്ട് റൂട്ട് കണ്ടുപിടിച്ച് അടുത്ത നോഡ് അങ്ങനെ ഡെസ്റ്റിനേഷനിലെത്തും. പാക്കറ്റ് സ്വിച്ചിങ്ങിലാണെങ്കിൽ കുറച്ചുകൂടെ ചെറിയ യൂണിറ്റ്സ് ആയിട്ടാണ് അയക്കുന്നത്. ഒരു മെസ്സേജിനെ ആദ്യം സ്പ്ലിറ്റ് ചെയ്ത് പല കഷ്ണങ്ങളാക്കും. ഓരോ കഷ്ണത്തിനും അതിൻ്റെ ഐഡൻറ്റിറ്റി വേണ്ടുന്ന അഡ്രസ്സുകൾ, സോഴ്സ്, ഡെസ്റ്റിനേഷൻ, സീക്വൻസ് നമ്പർ എല്ലാം അയക്കുന്നു. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഈ പറയുന്ന ഇൻ്റർനെറ്റ് പോലുള്ള പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക്. ഓക്കെ, ദാറ്റ്സ് ഓൾ.